ഈ തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കേരള സർക്കാരിനോ കേരള വാട്ടർ അതോറിറ്റിക്കോ സാധിക്കില്ല. അതിന് കഴിവുള്ളത് തിരുവനന്തപുരം നഗരത്തിലെ മേയർക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരസഭ ഈ കുടിവെള്ള പ്രശ്നം ഏറ്റെടുക്കണമെന്ന് ESP ദീപക് പറഞ്ഞത്. എല്ലാം പറയാം, നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നമ്മുടെ പാർപ്പിടത്തിന്റെ വിഷയം വന്നപ്പോൾ പരിഹരിച്ചത് മേയറാണ്. അതുപോലെ തന്നെ നാട്ടിൽ ചവറിന്റെ വിഷയം പരിഹരിച്ചത് മേയറാണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്ന മേയർ ആയതുകൊണ്ട് മേയർ വിചാരിച്ച് ഈ ഇടതുപക്ഷ സർക്കാരിന് യാതൊരു കഴിവുമില്ല, ഇവിടുത്തെ വാട്ടർ അതോറിറ്റിക്കും യാതൊരു കഴിവില്ല, അതുകൊണ്ട് മേയർ ഇടപെടണമെന്നാണ് ദീപക് പറഞ്ഞത്. അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. അതുപോലെ മറ്റൊരു കാര്യം, ആത്മാർത്ഥമായിട്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ സമരം നടത്തുന്നതെങ്കിൽ ഞാൻ മേയറോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. മേയറുടെ നേതൃത്വത്തിൽ 101 കൗൺസിലർമാർ നമുക്ക് വാട്ടർ അതോറിറ്റിയിലേക്ക് പോവാം. ഇവർ സഹകരിക്കും, ഇവർ വരുമോ? 101 കൗൺസിലർമാർ, മേയർ ഉൾപ്പെടെ നമുക്ക് വാട്ടർ അതോറിറ്റിയിലേക്ക് പോവാം, സമരം ചെയ്യാം. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 40 വർഷക്കാലം തിരുവനന്തപുരം നഗരസഭ ഭരിച്ച ജനാധിപത്യ മുന്നണിക്ക് അറിഞ്ഞൂടെ, തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടായാൽ ഒരു വാൽവ് കൺട്രോൾ ചെയ്യാൻ പോലുമുള്ള അധികാരം നഗരസഭയ്ക്കില്ല, വാട്ടർ അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. അതൊന്ന് വെറുതെ കിടന്നിട്ട് ഈ ബഹളം വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ ഇതെല്ലാം വേണ്ട, സാധാരണ ജനങ്ങളുടെ അവകാശം അത് സർക്കാരിനാണ്, വാട്ടർ അതോറിറ്റിക്കാണ്. അതിനകത്ത് ആ പരാജയപ്പെട്ടിട്ട് മേയർക്ക് നേരെ കുതിര കയറിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ ആശാനാഥ്, ഡെപ്യൂട്ടി മേയർ ആശാനാഥ്, അജണ്ട 1 മുതൽ 18 വരെയുള്ള അജണ്ടയും സപ്ലിമെന്ററി അജണ്ടയായിട്ടുള്ള 1 മുതൽ 8 വരെയുള്ള അജണ്ടയും പാസ്സാക്കുന്നതിനായി കൌൺസിൽ മുമ്പാകെ സമർപ്പിക്കുന്നു. ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച അജണ്ട എല്ലാം പാസ്സായിരിക്കുന്നു. സപ്ലിമെന്ററി അജണ്ട ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. പറഞ്ഞു ചോപ്പർ. മരാമത്ത് കമ്മിറ്റി പാസ്സാക്കിയ 1 മുതൽ 4 വരെയുള്ളതും സപ്ലിമെന്ററി അജണ്ടയിലുള്ളതുമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളും പാസ്സാക്കാനായിട്ടുള്ള അനുവാദം തരണം. അപ്പോ ഇന്നത്തെ കൗൺസിൽ അവതരിപ്പിച്ച എല്ലാ അജണ്ടയും പാസ്സായിരിക്കുന്നു.